കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് സ്മ്യൂൾ യൂസ് ചെയ്യുന്ന പാട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും പറയാം സ്മ്യൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി പാടിയിട്ടുള്ള ഒരാളുടെ പാട്ടിൻ്റെ കൂടെ നമ്മുടേത് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, പല ആൾക്കാരും ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചില ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആപ്പിനെ നമ്മുടെ ടെക് മലയാളത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാടിയിട്ടിട്ടുള്ള സോങ്സ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കോമ്പിനേഷൻ, അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ നമ്മുടെ ഫോണിലേക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സ്മ്യൂളിലുള്ള ഓഡിയോസ്, വീഡിയോസ് എങ്ങനെയാണ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സ്മ്യൂളിൽ നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകൾ അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ആപ്പിൻ്റെ ഹെൽപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. സിങ് ഡൗൺലോഡ് ഫോർ സ്മ്യൂൾ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. പെർമിഷൻ അലോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് സ്മ്യൂൾ ഓപ്പൺ ചെയ്യാം. സ്മ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് വീഡിയോ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോ സെലക്ട് ആയിട്ടുണ്ട്. ഇനി താഴെ നോക്കുന്ന സമയത്ത് ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഷെയർ ദിസ് കൊലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. അവിടെ താഴത്തെ കുറേ ഓപ്ഷൻസ് നമ്മൾ സ്ക്രോൾ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യാം. ഇപ്പോൾ ദി ലിങ്ക് ഹാസ് ബീൻ കോപ്പി ടു യുവർ ക്ലിപ്പ് ബോർഡ്, അതായത് ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ച് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിരുന്ന ആ ഒരു ആപ്പിലേക്ക് വരികയാണ്. സിങ് ഡൗൺലോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ആരോ സിമ്പിൾ കാണാം, ആ ആരോ സിമ്പിൾ പ്രസ് ചെയ്യാം. ഇപ്പം നേരത്തെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ലിങ്ക് കാണാം. ഈ ലിങ്കിൻ്റെ താഴെയായിട്ട് ഫെച്ച് എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ട്, ഫെച്ച് പ്രസ് ചെയ്യാം. ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് കിട്ടുക. ഇതിൻ്റെ അകത്തുനിന്ന് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആ വീഡിയോന് നേരെ 3 ഡോട്ട് കാണാം, സെറ്റിങ്സിൻ്റെ ആണ്, അത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് കോപ്പി ടു ഗാലറി കാണാം, അത് ക്ലിക്ക് ചെയ്യാം. കോപ്പി എന്നുള്ളത് വീണ്ടും പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഗാലറിയിൽ സിങ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൾഡറിൽ ഈ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സ്മ്യൂളിലെ ഈ ഒരു മിക്സ് സോങ് ഉണ്ടാവും. പ്ലേ ചെയ്ത് തരാം. ഇപ്പം നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ സ്മ്യൂളിൻ്റെ അകത്തുള്ള ഓഡിയോസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സ്മ്യൂൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഓഡിയോൻ്റെ ഒരു ലിങ്ക് എടുത്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡിൻ്റെ അകത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലിങ്ക് വരും. അത് ഫെച്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കിത് കാണണമെങ്കിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജറിൻ്റെ അകത്ത് നിന്ന് സ്മ്യൂൾ ഡൗൺലോഡറിൻ്റെ ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സ്മ്യൂളിലെ എല്ലാ പാട്ടുകളും ഓഡിയോസും വീഡിയോസും കാണാവുന്നതാണ്. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് സ്മ്യൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഡിയോസും വീഡിയോസും ഒക്കെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ, സ്മ്യൂളിലൊക്കെ പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക, അത് മറന്നു പോകണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും കാണും പുതിയ അറിവായിട്ട്. കാണുന്നത് വരെ ബൈ.